എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കോഴ്സ് ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എപ്പോഴാണ്, എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, ആർക്കൊക്കെ അപേക്ഷിക്കാം, അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നിവയാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ സ്കൂൾ കോഴ്സ് ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കും മുമ്പ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് മാത്രമാണ് ഈ ഒരു സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വഴി നിങ്ങൾക്ക് മാറാനായിട്ട് സാധിക്കുക. അതായത് ഈ ഒരു VHSCയിൽ നിന്ന് VHSCയിലേക്ക് മാത്രമേ മാറാനായിട്ട് സാധിക്കത്തുള്ളൂ, എന്നാൽ HSCയിലേക്ക് പോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് VHSCയിൽ നിന്ന് HSCയിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഹയർ സെക്കൻഡറിയുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷിച്ചാൽ മതി. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിലേക്ക് അഡ്മിഷൻ ലഭിക്കുമോ എന്നുള്ള കാര്യം നോക്കാവുന്നതാണ്. നിലവിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കോഴ്സ് ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് മാറാൻ ലഭിക്കുന്ന ഒരു അവസരമാണ്. അത് നിങ്ങൾക്ക് സ്കൂൾ വേണമെങ്കിൽ മാറാം, ജില്ല വേണമെങ്കിൽ മാറാം, അതുപോലെ കോഴ്സ് വേണമെങ്കിൽ മാറാം, അതുപോലെ തന്നെ സ്കൂൾ മാറാതെ കോഴ്സ് മാത്രം മാറാം, അതുപോലെ തന്നെ സ്കൂളും കോഴ്സും രണ്ടും മാറാം, അല്ലെങ്കിൽ കോഴ്സ് മാറാതെ സ്കൂൾ മാത്രം മാറാം. ഇങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് അപേക്ഷിക്കണോ ആ ഒരു രീതിയിലൊക്കെ ഈ ഒരു ട്രാൻസ്ഫർ വഴി നിങ്ങൾക്ക് മാറാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു അപേക്ഷയ്ക്ക് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ടും മാറേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ മാത്രം ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷിക്കുക. അതുപോലെ തന്നെ ട്രാൻസ്ഫറിന് അപേക്ഷ നൽകി കഴിഞ്ഞാൽ, അതായത് ആപ്ലിക്കേഷൻ കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എഡിറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫറിന് അപേക്ഷിക്കും മുമ്പ് നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് അപേക്ഷിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്ന, അതായത് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ നേടുന്ന സ്കൂളിൽ നിന്നും ആ ഒരു സെയിം സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്കാണ് മാറേണ്ടത്, അത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം കോഴ്സിലേക്കാണ് മാറേണ്ടതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ മാറാവുന്നതാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫറിന് അപേക്ഷിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഹയർ സെക്കൻഡറിയുടെ അപേക്ഷയിൽ നിന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ ഈ ഒരു ട്രാൻസ്ഫർ അപേക്ഷ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു ഓൺലൈനായിട്ട് ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിച്ച ശേഷം പിന്നീട് ലഭിക്കുന്ന ഒരു പ്രിൻ്റ് ഔട്ട് ഉണ്ട്, അതായത് ഈ ഒരു ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ്റെ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് ഉണ്ട്. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം അഡ്മിഷൻ നേടുന്ന സ്കൂൾ എവിടെയാണോ ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിനെ നിങ്ങൾ കൊണ്ടുപോയിട്ട് ആ ഒരു ഫോമിൽ നിങ്ങളും നിങ്ങളുടെ പാരൻറ്റും ഒപ്പിട്ട ശേഷം സ്കൂളിൽ പോയിട്ട് കൊടുക്കണം. അങ്ങനെ സ്കൂളിൽ നിന്നും പ്രിൻസിപ്പാൾ അത് വെരിഫൈ ചെയ്താൽ മാത്രമാണ് നിങ്ങളെ ട്രാൻസ്ഫറിനായിട്ട് അനുവദിക്കുകയുള്ളൂ, അല്ല എങ്കിൽ ട്രാൻസ്ഫറിന് പരിഗണിക്കുന്നതല്ല. അപ്പോൾ ഈ ഒരു രീതിയിലാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടേത്. ഹയർ സെക്കൻഡറിയുടേത് ഓൺലൈനായിട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നാൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടേത് ഓൺലൈനായിട്ട് കൊടുക്കുക മാത്രമല്ല, ആ ഒരു ഓൺലൈനായിട്ട് കൊടുത്ത ആ ഒരു ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അതിൽ നിങ്ങളും നിങ്ങളുടെ പേരൻറ്റും സിഗ്നേച്ചർ ഇട്ട ശേഷം വിദ്യാർത്ഥികൾ നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പാളിന് അതായത് ഏത് സ്കൂളിലേക്കാണോ നിങ്ങൾ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം അഡ്മിഷൻ നേടിയിട്ടുള്ളത് ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിന് നിങ്ങൾ ആ ഒരു ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് നൽകേണ്ടതാണ്. അങ്ങനെ സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പാൾ അത് വെരിഫൈ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫറിനായിട്ടുള്ള നിങ്ങളുടെ അപേക്ഷ പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ട്രാൻസ്ഫറിന് അപേക്ഷിക്കേണ്ടത് എന്ന് പറയാം. വിദ്യാർത്ഥികൾ ആദ്യം തന്നെ vhscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്, ഈ ഒരു വെബ്സൈറ്റാണ് കാണാൻ പറ്റുക. അപ്പോൾ ഇവിടെയായിട്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ വാക്കൻസി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും, അതായത് ഓരോ സ്കൂളിലും എത്ര വീതം വാക്കൻസി ഉണ്ട് എന്നുള്ള കാര്യം പ്രസിദ്ധീകരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ അപ്ലൈ ഫോർ ട്രാൻസ്ഫർ എന്നുള്ള ഒരു ലിങ്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പിന്നീട് ലോഗിൻ ചെയ്യാനുള്ള പേജിലേക്കാണ് പോവുക. ലോഗിൻ ചെയ്യാനുള്ള പേജിൽ നിങ്ങളുടെ യൂസർ ID ആയിട്ടുള്ള, അത് യൂസർ നെയിം ആയിട്ടുള്ള നിങ്ങളുടെ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയ മൊബൈൽ നമ്പർ, അതുപോലെ നിങ്ങളുടെ പാസ്വേഡ്, അതുപോലെ തന്നെ അവിടെ കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാം. ആ ഒരു ഇംഗ്ലീഷ് അക്ഷരം എന്ന് പറയുമ്പോൾ കുറച്ച് ക്യാപ്ച എന്നാണ് അതിന് പറയുക. അപ്പോൾ ആ ഒരു ടെക്സ്റ്റ്, അതായത് ആ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് അവിടെ എന്തൊക്കെയാണ് ഇംഗ്ലീഷ് അക്ഷരം കാണുന്നത് അത് ഇവിടെ ടെക്സ്റ്റ് ഫ്രം ഇമേജ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ടാകും. അവിടെ അതിൻ്റെ മുകളിലായിട്ട് എഴുതുക. അതിനുശേഷം അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഈ ഒരു ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് പേജ് വരുന്നതിന് മുമ്പായിട്ട് നിങ്ങളോട് സെൻഡ് OTP ഓപ്ഷൻ ചോദിക്കും. അപ്പോൾ സെൻഡ് OTP ഓപ്ഷൻ ചോദിക്കുന്നത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ വെരിഫിക്കേഷനല്ല ട്രാൻസ്ഫറിനായിട്ട് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ സെൻഡ് OTP ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് അടുത്ത പേജിൽ നിങ്ങൾക്ക് അടുത്ത OTP നൽകാനുള്ള ഒരു ബോക്സ് വരും. അപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് ആ ഒരു OTP വന്നിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു OTP കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയ മൊബൈൽ നമ്പറിലാണ് OTP വരിക. അപ്പോൾ ആ ഒരു OTP നൽകുക, സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ OTP നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് അടുത്ത പേജിലേക്ക് പോകും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ ആ കറക്റ്റ് ആപ്ലിക്കേഷൻ നമ്പറാണ് എന്നുള്ളത് കറക്റ്റായിട്ട് കൺഫേം ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു OTPയും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ കറക്റ്റായിട്ട് വിദ്യാർത്ഥികൾ തന്നെയാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ആ ഒരു ലോഗിൻ ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിനും ട്രാൻസ്ഫറിന് നിങ്ങൾ തന്നെയാണ് അപേക്ഷിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ ഒരു രീതിയിൽ ഈ ഒരു OTP ഒക്കെ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു VHSCയിൽ നിങ്ങൾക്കറിയാം യൂസർ നെയിം എന്ന് പറയുമ്പോൾ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയ മൊബൈൽ നമ്പറാണ്. അതുപോലെ പാസ്വേഡും അതുപോലെ തന്നെ
നിങ്ങൾ അവിടെ കാണുന്ന കുറച്ച് ഇംഗ്ലീഷ് അക്ഷരങ്ങളും നൽകിയ ശേഷം പിന്നീട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സെൻഡ് OTP ഓപ്ഷൻ ചോദിക്കും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരും. അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് അപ്ലൈ ഫോർ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്നുള്ള ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ SSLCയുടെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഏത് സ്കൂളിലാണ് ഏത് കോഴ്സിലാണ് നിങ്ങൾ നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. ചില സമയത്ത് അത് അവിടെ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാവും. അതിനുശേഷം നിങ്ങൾക്ക് ഏതൊക്കെ സ്കൂളുകളിൽ ഏതൊക്കെ കോഴ്സുകളിലേക്കാണ് നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കേണ്ടത് അത് കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക. ഇവിടെ ആ ഒരു ഓപ്ഷൻ്റെ സ്ഥാനമാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഇവിടെ സ്കൂളിൻ്റെ പേര്, അത് സ്കൂളിൻ്റെ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്കൂളിൻ്റെ പേര് കറക്റ്റായിട്ട് അവിടെ വരും. അതിനുശേഷം നിങ്ങൾ ഏത് കോമ്പിനേഷനിലേക്കാണോ ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അത് കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സേവ് അല്ലെങ്കിൽ ആഡ് ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഏത് ജില്ലയിലേക്കും ഏത് കോഴ്സുകളിലേക്കും അതുപോലെ തന്നെ ഏത് സ്കൂളിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ട്രാൻസ്ഫർ നിൽക്കാം. നിങ്ങൾക്കിപ്പോൾ ഹയർ സെക്കൻഡറിയിലാണെങ്കിൽ ഈ ഒരു ജില്ല മാറണമെങ്കിൽ മറ്റൊരു, അതായത് ജില്ല സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ ആണ് ഉണ്ടാവുക. എന്നാൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒരു സെപ്പറേറ്റ് ട്രാൻസ്ഫർ ഒന്നുമില്ല. നിങ്ങൾക്ക് ഫസ്റ്റ് ട്രാൻസ്ഫർ തന്നെ വേറെ ജില്ല വേണമെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ട്രാൻസ്ഫറിനായിട്ടുള്ള ഓപ്ഷനുകൾ വെക്കാവുന്നതാണ്. അതിന് യാതൊരുവിധ പ്രോബ്ലം ഇല്ല. അതായത് ഒരു ആപ്ലിക്കേഷനിലേക്ക് കൂടെ തന്നെ നിങ്ങൾക്ക് ഏത് ജില്ലയിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഓപ്ഷനുകൾ കൊടുക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ജില്ലാന്തര ട്രാൻസ്ഫർ ഉണ്ടാവാറില്ല. കാരണം ഏത് ട്രാൻസ്ഫറിലായാലും മറ്റൊരു ജില്ലയിലേക്ക് വേണമെങ്കിൽ ഓപ്ഷനുകൾ വെക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ്റെ സ്ഥാനം എത്രാമതായിട്ട് സെറ്റ് ചെയ്യണം, അതുപോലെ ഏത് സ്കൂളാണ് കൊടുക്കേണ്ടത്, അതുപോലെ തന്നെ ഏത് കോഴ്സ് കോമ്പിനേഷനാണ് കൊടുക്കേണ്ടതെന്ന് കൃത്യമായിട്ട് കൊടുത്ത ശേഷം നിങ്ങൾക്ക് താല്പര്യമുള്ള എത്ര ഓപ്ഷൻ വേണമെങ്കിലും കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുള്ള കോഴ്സുകൾ മാത്രമേ ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ വെക്കാവൂ. അപ്പോൾ ഇങ്ങനെ ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ വെച്ച ശേഷം വിദ്യാർത്ഥികൾ അത് കൃത്യമായിട്ട് എല്ലാ വേണ്ട ഓപ്ഷനും കൊടുത്തു എന്ന് കൺഫേം ചെയ്ത ശേഷം നിങ്ങൾക്ക് ആ ഒരു സേവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതും അതിനുശേഷം ഫൈനൽ ഡിക്ലറേഷൻ ഓപ്ഷനും ചെക്ക് ബോക്സ് ഉണ്ടാകും. അതിനുശേഷം ഫൈനൽ കൺഫർമേഷൻ ഓപ്ഷൻ ഉണ്ടാകും. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്യാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫറിന് നിങ്ങൾ അപേക്ഷിക്കുകയും നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിലേക്കോ അല്ലെങ്കിൽ സെയിം സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്കോ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾ ഈ ഒരു ആദ്യം കിട്ടിയ സീറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതും പിന്നീട് നിങ്ങൾ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടും വരും. അതേസമയം നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ നിലവിലെ സ്കൂളിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. എന്നാൽ നിങ്ങൾക്ക് ഈ ട്രാൻസ്ഫറിന് വെച്ച ആ ഒരു ഓപ്ഷൻ ക്യാൻസൽ ആവുന്നതും ആയിരിക്കും. അപ്പോൾ ഇത്രയും മാത്രമാണുള്ളത്. അതായത് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം കിട്ടിയ സീറ്റ് പോകും. ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് മുമ്പ് ആദ്യം ഏത് സീറ്റാണ് ഉണ്ടായിരുന്നത് ആ ഒരു സീറ്റിൽ തന്നെ തുടർന്ന് പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത്രയും കാര്യമാണ്. അതായത് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ മാറേണ്ടി വരും, കിട്ടിയിട്ടില്ലെങ്കിൽ നിലവിലെ സീറ്റിൽ തന്നെ തുടർന്ന് പഠിക്കാം. അപ്പോൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ഈ ഒരു രീതിയിൽ മൂന്ന് ട്രാൻസ്ഫറാണ് സാധാരണ ഇതിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ഉണ്ടാവാറുള്ളത്. ആദ്യത്തെ തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം പിന്നീട് നടക്കുന്നത് ഈ ഒരു സപ്ലിമെൻ്റ്, ഫസ്റ്റ് സപ്ലിമെൻ്ററിക്ക് ശേഷം പിന്നീട് സെക്കൻഡ് സപ്ലിമെൻ്ററിക്ക് ശേഷമൊക്കെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ട്രാൻസ്ഫറിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ജില്ല മാറാം, സ്കൂൾ മാറാം, കോഴ്സ് മാറാം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഓപ്ഷൻസ് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ഇതിന് ശേഷം നിങ്ങൾ ഓപ്ഷൻസ് സേവ് ചെയ്ത ശേഷം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇപ്പോൾ ഓപ്ഷൻ സേവ് ചെയ്ത ശേഷം നിങ്ങൾ ഫൈനലായിട്ട് കൺഫർമേഷൻ ചെയ്യണം. അപ്പോൾ അവിടെ ഒരു ചെക്ക് ബോക്സ് ഉണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്യുക, ഫൈനൽ കൺഫർമേഷൻ ചെയ്യുക. ഇങ്ങനെ ഫൈനൽ കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ ഫോം പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആ ഒരു ട്രാൻസ്ഫറിൻ്റെ ആപ്ലിക്കേഷൻ ഫോം പ്രിൻ്റ് എടുക്കുക. പ്രിൻ്റ് എടുത്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഏത് സ്കൂളിലാണോ ഏറ്റവും ലാസ്റ്റ്, അതായത് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിലായിരിക്കും നിങ്ങൾ ലാസ്റ്റ് അഡ്മിഷൻ നേടിയിട്ടുണ്ടാവുക. അപ്പോൾ അവിടെ ഏത് സ്കൂളിലാണോ നിങ്ങൾ ഈ ഒരു അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിന് നിങ്ങൾ ഈ ഒരു ട്രാൻസ്ഫർ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടിൽ നിങ്ങളും നിങ്ങളുടെ പാരൻറ്റും സിഗ്നേച്ചർ ഇട്ട ശേഷം നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പാളിന് ഈ ഒരു ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കൊടുത്ത ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്കൂളിൽ നിന്നും വെരിഫൈ ചെയ്യും. അങ്ങനെ വെരിഫൈ ചെയ്ത് പ്രിൻസിപ്പൽ കൺഫർമേഷൻ ചെയ്താലാണ് നിങ്ങളുടെ ട്രാൻസ്ഫറിനായിട്ടുള്ള അപേക്ഷകൾ ട്രാൻസ്ഫറിലേക്ക്, അതായത് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു വിഭാഗത്തിലേക്ക് മാറുകയുള്ളൂ. അല്ല എങ്കിൽ ട്രാൻസ്ഫറിനായിട്ട് പരിഗണിക്കുന്നതല്ല. ഇനി ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഒരു അഡ്മിഷൻ കാര്യങ്ങളൊക്കെ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾ നിലവിൽ ഇപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച എന്ന സ്കൂളിൽ തന്നെയാണ്. എന്ന സ്കൂളിൽ തന്നെ എനിക്ക് മറ്റൊരു സ്കൂളിലേക്കാണ് നിങ്ങൾ, അതായത് എന്ന സ്കൂളിൽ നിന്നും എന്ന സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കാണ്. അതിപ്പോൾ ആദ്യം ഈ ഒരു നിങ്ങൾ കിട്ടിയത് ഒരു പ്ലംബിങ്ങിൻ്റെ ജോബാണ്, അതായത് ആ ഒരു കോഴ്സാണ് കിട്ടിയതെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനുശേഷം പിന്നീട് മറ്റൊരു കോഴ്സ് കോമ്പിനേഷനിലേക്ക് നിങ്ങൾക്ക് ആ സെയിം സ്കൂളിൽ തന്നെ മാറേണ്ടതായിട്ടുണ്ട്. അതായത് കോഴ്സ് മാത്രമേ മാറേണ്ടൂ, സ്കൂൾ മാറേണ്ട. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കോഴ്സ് മാറ്റത്തിൻ്റെ ഫലമായിട്ട് എക്സ്ട്രാ വല്ല ഫീ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അടക്കുക. അതേസമയം നിങ്ങൾക്കിപ്പോൾ ട്രാൻസ്ഫർ ഓപ്ഷൻ വെച്ചു, നിങ്ങൾ മറ്റൊരു സ്കൂളിലേക്കാണ് ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ വെച്ചത്. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ എ എന്ന ഒരു സ്കൂളിൽ നിന്നും ബി എന്ന സ്കൂളിലേക്കുള്ള, അതായത് ബി എന്ന സ്കൂളിലേക്ക് കോഴ്സും അതുപോലെ തന്നെ സ്കൂളും രണ്ടും മാറിയിട്ട് നിങ്ങൾ ട്രാൻസ്ഫർ വെച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്
ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം സെയിം സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സ് കോമ്പിനേഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ ആ ഒരു കോഴ്സ് മാറ്റത്തിൻ്റെ ഫലമായിട്ട് വരുന്ന എക്സ്ട്രാ ഫീ പേയ്മെൻറ്റ് നിങ്ങൾ അടച്ചാൽ മതിയാകും. അതേസമയം മറ്റൊരു സ്കൂളിലേക്കാണ് കിട്ടുന്നതെങ്കിൽ അങ്ങനെ കോഴ്സ് മാറ്റമുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് എക്സ്ട്രാ ഫീസ് വരികയാണെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കാണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് കോഴ്സ് മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് എക്സ്ട്രാ വല്ല ഫീ പേയ്മെൻറ്റ് വരികയാണെങ്കിലും നിങ്ങൾ അടക്കണം. അതുകൂടാതെ തന്നെ ആദ്യം അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ നിന്ന് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വാങ്ങി പുതുതായിട്ട് നിങ്ങൾക്ക് എവിടെയാണോ ട്രാൻസ്ഫർ കിട്ടിയത് ആ ഒരു സ്കൂളിൽ പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ നേടേണ്ടതും ആണ്. അപ്പോൾ ട്രാൻസ്ഫറിൻ്റെ ആപ്ലിക്കേഷൻ ട്രാൻസ്ഫറിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് പരിശോധിക്കേണ്ടത് എന്ന് കൂടി പറഞ്ഞു തരാം. അപ്പോൾ ട്രാൻസ്ഫർ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ട്രാൻസ്ഫർ റിസൾട്ട് എന്നുള്ള ഒരു ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പിന്നീട് നിങ്ങൾക്ക് യൂസർ നെയിം ചോദിക്കും. യൂസർ നെയിം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ VHSCയുടെ ആ ഒരു രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയ മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ പാസ്വേഡ്, അതുപോലെ തന്നെ ഡിസ്ട്രിക്റ്റ് അല്ല അവിടെ ആ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് കുറച്ച് ഇംഗ്ലീഷ് സെക്ഷൻ കാണാം. അതാണ് ക്യാപ്ച. അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് പോകാൻ പറ്റുന്നതാണ്. അവിടെ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ട്രയൽ അലോട്ട് റിസൾട്ട് എന്നായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻ, യു ഹാവ് ഗോട്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ യു ഹാവ് നോ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അടുത്ത ട്രാൻസ്ഫറിന് വേണമെങ്കിൽ അപേക്ഷിക്കാം. അതേസമയം ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ആ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ ആ ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയത് കൊണ്ട് തന്നെ നിലവിലെ സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്കാണ് കിട്ടിയതെങ്കിൽ എക്സ്ട്രാ ഫീ പേയ്മെൻറ്റ് അടച്ചാൽ മതി. എന്നാൽ മറ്റൊരു സ്കൂളിലേക്കാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്കൂളിലേക്ക് നിങ്ങൾ ആദ്യം അഡ്മിഷൻ നേടിയ സ്കൂളിൽ നിന്നും ഡോക്യുമെൻറ്റ്സ് ഒക്കെ വാങ്ങി പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു സ്കൂളിൽ പോയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ താങ്ക് യു ഫോർ വാച്ചിങ്.